ഹായ്. അപ്പോൾ നമ്മളിത് കാസ്റ്റ് ചെയ്യാൻ വന്ന കേട്ടോ. നമ്മൾ ഇത് ആ കാണുന്ന കണ്ടത്തിലാണ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോണേ. അവിടെ ചെറിയൊരു മണ്ണും കുഴി പോലെയാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം മീനടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് കാസ്റ്റ് ചെയ്യാൻ പോണ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ റിയൽ വാരിയറിൻ്റെ ബോൾട്ട് എന്ന് പറഞ്ഞ ഫ്രോഗാണ്. ഇതാട്ടോ നമ്മളിപ്പോൾ ഇന്ന് കാസ്റ്റ് ചെയ്യാൻ പോണ റിയൽ വാരിയറിൻ്റെ ബോൾട്ട്. നല്ല ഹുക്ക് പ്രേഷനുള്ള ഫ്രോഗാണ്. നല്ല ഷാർപ്പ് ഹുക്കാണ്. പെട്ടെന്ന് മീനടിച്ച് മിസ്സാവില്ല. ബാക്കിൽ നല്ലൊരു സ്പിന്നർ വരുന്നുണ്ട്. നല്ല ഇല പോലെ ഷേപ്പുള്ളൊരു സ്പിന്നറുണ്ട്. പിന്നെ ഫ്രണ്ടിലെ സീവേല് കണ്ടോ, നല്ല സാധാരണ ഫ്രോഗിലുണ്ടാകുന്ന സീവലല്ല, നല്ലൊരു കൂടുതൽ നല്ല. നമ്മളിത് കാസ്റ്റിങ് തുടങ്ങിയിട്ടോ. നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു 3 ദിവസം മുന്നേ ഇവിടെ മീൻപിടുത്തം കഴിഞ്ഞുള്ളൂ. ഇവിടെ അത്യാവശ്യത്തിന് ചേരാനും നല്ല നല്ല സൈസ് ബ്രാലുകളൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇവിടെ ലേലം പിടിക്കുന്നതിനേക്കാളും മുന്നേ നമ്മളിവിടെ വന്ന് കാസ്റ്റ് ചെയ്ത് നല്ലോണം മീൻ കിട്ടിയതാണ് നമുക്ക്. നമ്മൾ അത്യാവശ്യം നല്ല 3,800 ആ റേഞ്ച് 4 കിലോൻ്റെ ചേരാനൊക്കെ പിടിച്ച് അത്യാവശ്യം സൈസുള്ള ബ്രാലുകളൊക്കെ പിടിച്ച് നമ്മൾ വീഡിയോ ഇട്ടുണ്ട്. അതിന് ശേഷമാണ് ഇവിടെ ലേലം എടുത്തത്. അപ്പോൾ ലേലം പിടുത്തം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വലിയ ബ്രാലുകളൊന്നും ഇല്ല. ചെറുത് ഒരു 1 കിലോ താഴെ വരുന്ന ബ്രാലുകൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതും ഈ ചണ്ടിയുടെ ഉള്ളിൽ കയറിയുന്ന ബ്രാലുകൾ അവർക്ക് പിടിക്കാൻ പറ്റാണ്ടിരുന്ന ബ്രാലുകളാണ്. അപ്പോൾ ഈ 2 ദിവസം മുന്നേ മഴ പെയ്തപ്പോൾ ആ മഴവെള്ളത്തിൽ ആ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചണ്ടിയുടെ ഉള്ളിൽ നിന്ന് ബ്രാലുകളൊക്കെ ഇന്ന് പുറത്തേക്ക് വന്നത്. അതാണ് ഇപ്പോൾ നമുക്ക് സ്ട്രൈക്ക് കിട്ടുന്നത്. പിന്നെ നല്ല രീതിക്ക് നല്ല കാറ്റും ഉണ്ടായിരുന്നു ആ നേരത്ത്. അതുകൊണ്ട് ഫ്രോഗ് കയറിയുമ്പോൾ കാറ്റത്ത് പാളിപ്പോവുക. എന്നാലും കുഴപ്പമില്ലാണ്ട് 1-2 സ്ട്രൈക്ക് കിട്ടി. പക്ഷെ ഫ്രോഗുകളെല്ലാം അടിച്ചത് ഫ്രോഗിൻ്റെ ബാക്കിലായിരുന്നു. അപ്പോൾ നമുക്കൊരു ബ്രാല് ഫോളോ അപ്പ് തരുന്നുണ്ട്. അടുത്ത കാശിൽ എന്തായാലും അടിക്കും. നമ്മുടെ ബോൾട്ടിലപ്പോൾ ഫസ്റ്റത്തെ ബ്രാല് കയറിയിട്ടുണ്ട് കേട്ടോ. റിയൽ വാരിയറിൻ്റെ ബോൾട്ട് ഒരു ഇത്രയ്ക്കുണ്ട്. ഒരു 1/2 കിലോ എടുത്ത് റേഞ്ച് ഉണ്ട്. 1/2 കിലോ റേഞ്ച് ഉണ്ട്. നമ്മളെ ബ്രാലിനെ ഊരെടുത്തതിന് ശേഷം പിന്നെയും കാസ്റ്റിങ് തുടങ്ങിയിട്ടോ. പിന്നെയും കാസ്റ്റിങ് നമ്മൾ കുറച്ച് മാറി ഇത് കാസ്റ്റ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ക്ലിയർ ആണോന്ന് അറിയില്ല. നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ ഞാൻ മൊബൈൽ വെച്ചേക്കണത് ഒരു വരമ്പിൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് വീഡിയോ എങ്ങനെ കിട്ടാമെന്നറിയില്ല. ബ്രാല ഓരോ സ്ഥലങ്ങളിൽ മാറി എയറെടുത്ത് പോകണ കാരണം കൊണ്ട് നമ്മൾ കുറച്ചും കൂടി മാറി നിന്ന് കാസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് ഒരെണ്ണൂടി കയറുന്നുണ്ട് കേട്ടോ. ബോൾട്ടുമ്മേ കുഴപ്പമില്ലാത്തൊരു സൈസ്, ഒരു 1/2 കിലോ റേഞ്ച് വരുന്ന സൈസാണ് റിയൽ വാരിയർ ബോൾട്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇത്ര വരുന്നുണ്ട്. സ്റ്റിക്ക് വെച്ച് നോക്കുമ്പോൾ ഉണ്ടോ, ഒരു 1/2 കിലോ പ്ലസ് ഉണ്ടാവും. ഫ്രോഗ് ഇരിക്കുന്ന കാണിച്ചു തരാം. ഇരിക്കുന്നകത്ത് ബോൾട്ട്. ഇതാട്ടോ നമുക്കിന്ന് കിട്ടിയ മീനുകൾ. നമ്മളിന്ന് കാസ്റ്റ് മീനാണ് കിട്ടിയ. അതിൽ 2 കുഴപ്പമില്ല, 1 ചെറുതാണ്. അങ്ങനെ 3 മീനാണ് നമുക്കിന്ന് കാസ്റ്റ് ചെയ്തിട്ട് കിട്ടിയത്. എല്ലാം കൂടി ഒരു 1 കിലോ മുകളിലുണ്ടാകുന്നുണ്ട്.